മച്ചന്മാരെല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് ഒരു പൊളപ്പൻ തലക്കറിയാണ് കേട്ടോ. മച്ചന്മാരെ നമ്മളൊന്ന് എടുത്താണത് 2 വലിയ മീനിൻ്റെ തലയാണ് കേട്ടോ. ഇതാണ് ആ തല. ഇത് നമുക്ക് നന്നായിട്ട് ഉപ്പിട്ട് കഴുകാം കേട്ടോ. നമ്മൾ ഈ ഉപ്പിടുന്ന എന്തിനാ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഉളുപ്പ് മണമുണ്ട്, അതൊക്കെ പോവാനും പിന്നെ നല്ല വൃത്തിയായിട്ട് കിട്ടാനും വേണ്ടിയിട്ടാണ് കേട്ടോ. വേണ്ട അതായത് നമ്മുടെ 2 തലയും നന്നായിട്ട് ഉപ്പിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കിതിന് മസാല ഉണ്ടാക്കാനായിട്ട് പോകാം കേട്ടോ. ഇതായത് നമ്മുടെ വിറക് അങ്ങനെ നന്നായിട്ട് കത്തിയിട്ടുണ്ട്. നമുക്ക് ഉരുളി വെച്ചാലോ. ഇതായത് അങ്ങനെ നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്ക് മസാല ഉണ്ടാക്കാൻ വേണ്ടി നമ്മുടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇതാണ് നമ്മുടെ വെളിച്ചെണ്ണ അങ്ങനെ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് അങ്ങനെ കടുക് ഇട്ട് കൊടുത്താലോ. അതിൻ്റെ കൂടെ കുറച്ച് ഉലുവയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ച 2 കുടം വെളുത്തുള്ളിയും 1 ഇഞ്ചിയും നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നേരത്തെ ഇട്ട വെളുത്തുള്ളി ഇഞ്ചി നല്ല ബ്രൗൺ കളറായിട്ട് കേട്ടോ. അതിലേക്ക് നമുക്ക് നമ്മുടെ ചെറുള്ളി അരിഞ്ഞ് വെച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. അതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക. അതിലേക്ക് 2 സവാള നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. അതൊന്ന് ഇളക്കി കൊടുക്കാൻ പറ്റും. നമ്മുടെ സവാളയും ചെറുള്ളിയും നന്നായിട്ട് വാടിയുണ്ട്. അതിലേക്ക് നമുക്കൊരു 6 പച്ചമുളക് കീറിയതും 2 തക്കാളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നമ്മുടെ പച്ചമുളകും തക്കാളിയും ഒന്ന് വാടിയതിന് ശേഷം നമുക്ക് നമ്മുടെ മസാല ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു 5 മിനിറ്റ് ഇത് ഇങ്ങനെ വെക്കുക. ഒരു 4 ടീസ്പൂൺ മല്ലിപ്പൊടി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്കൊരു 3 ടീസ്പൂൺ കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. നേരത്തെ നമ്മൾ ഉരുക്കി വെച്ച പുളിവെള്ളം നമുക്ക് അവിടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് അങ്ങനെ ഇളക്കി കൊടുക്കാം. നമ്മുടെ തലക്കറിക്ക് ആവശ്യമായ മസാല അങ്ങനെ റെഡി ആയിട്ട് കേട്ടോ. നമുക്കതിലേക്ക് ഇത്തിരി വെള്ളം കൂടി കൊണ്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നമ്മുടെ മസാല അങ്ങനെ സെറ്റായിട്ടുണ്ട് കേട്ടോ. നമുക്ക് മീൻ തല അതിലേക്കാണ്ട് ഇറക്കി വെക്കാം കേട്ടോ. 5 മിനിറ്റ് അവരാണ്ട് കിടന്നുകൊണ്ട് വേവട്ടെ കേട്ടോ. അതിന് നമുക്കൊരു ഇല വെച്ചാണ്ട് മൂടി വയ്ക്കാം കേട്ടോ. തലക്കറി ഇത് നന്നായിട്ട് കിടന്ന് തിളച്ച് മറയുന്നുണ്ട് കേട്ടോ. നമുക്കൊന്ന് മറച്ചിട്ടാലോ. ഫസ്റ്റ് ഇട്ട സൈഡ് നന്നായിട്ടാണ് വെന്തുണ്ട് കേട്ടോ. നമ്മൾ മറ്റേ സൈഡും കൂടി വേവാനായിട്ട് മറച്ചിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് കിടന്ന് തിളച്ചാണ്ട് വേവട്ടെ അങ്ങോട്ട്. നമ്മുടെ തലക്കറി ഏകദേശം ഒരു 25 മിനിറ്റ് കിടന്ന് വെന്തുണ്ട് കേട്ടോ. നമുക്കൊന്ന് എടുത്ത് പൊന്തിച്ചൊന്ന് നോക്കിയാലോ. ഡിസെറ്റായിട്ട് സംഭവം. ഇത് നന്നായിട്ട് കുറുകി വരുന്നുണ്ട് കേട്ടോ. കണ്ടാ. ഇനി ചെറിയൊരു പൊടി കൈ കൂടി ഇട്ടിട്ടാ മോളിൽ കൂടെ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കഴിഞ്ഞാൽ സംഭവം സെറ്റായി. അങ്ങനെ നമ്മുടെ തലക്കറി റെഡി ആയിട്ട് കേട്ടോ. തലക്കറി ആയാലും മീൻകറി ആയാലും കുറച്ച് നേരമായിട്ട് മാറ്റി വെച്ചാലാണ് ആ എരിവും പുളിയൊക്കെ അങ്ങോട്ട് പിടിക്കുള്ളൂ. അപ്പോൾ നമുക്ക് കുറച്ച് നേരമായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോഴേക്കും നമുക്ക് വേറൊരു കലാപരിപാടി ഉണ്ട്. കുറച്ച് കപ്പ് എടുത്താണ്ട് പുഴുങ്ങാം. അപ്പോൾ കൊള്ളിയും തലക്കറിയും കൂടി നമുക്ക് പൂച്ചാട്ടാ. അപ്പോൾ നമ്മുടെ കൊള്ളി പുഴുങ്ങിയത് റെഡി ആയിട്ട് കേട്ടോ. നമുക്ക് ടേസ്റ്റ് ചെയ്യാനായിട്ട് വാഴയിലേക്ക് ഇടാം. ഇത് നമ്മുടെ തലക്കറിയിൽ തല റെഡി ആയിട്ടുണ്ട്. തല ഇതിലേക്കാണ്ട് വെക്കണം കേട്ടോ. കുറച്ച് ചാറും കൂടി അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക.
ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ. ഒരു കഷ്ണം എടുത്തിട്ട് പൊളി സാധനം, ഒന്നും പറയാൻ കേട്ടോ. പൊളി സാധനം, ഒന്നും പറയാൻ പെട സാധനം. കേട്ടോ. അപ്പോൾ തട്ടിയൂർ വ്ളോഗ്സിൻ്റെ ഇന്നത്തെ തലക്കറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.